എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീട്രൂട്ട് പനീർ റൈസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റൈസാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി റൈസാണ്. ടേസ്റ്റ് വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോഴാണ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ടെന്നും അത് എങ്ങനെയൊക്കെയാണ് ചേർക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ കളർഫുൾ ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ റൈസ് ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. മാത്രമല്ല നമുക്കും ഉച്ചയ്ക്ക് ലഞ്ചിനൊക്കെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ റൈസ് ട്രൈ ചെയ്യാം. അപ്പോൾ ശരി, എന്നാൽ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ശരി, എന്നാൽ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് ബീട്രൂട്ട് പനീർ റൈസ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം പനീർ കേട്ടോ. ഒരുപാട് വേണ്ട, കാരണം കുറേ ആയിക്കഴിഞ്ഞാൽ കുറേ കടിക്കുമ്പോൾ അത് സുഖം ഉണ്ടാവില്ല. ഒരു കഷ്ണം പനീർ, അതായത് ഞാനൊരു 100 ഗ്രാം എടുത്തിട്ടുണ്ടാവും ഏകദേശം. അത് ഇതാ ഇങ്ങനെ കനം കുറഞ്ഞിട്ട് നമ്മൾ കണ്ടോ ഇങ്ങനത്തെ പീസാക്കിയിട്ട് എടുത്തിട്ട്, ഇങ്ങനത്തെ പീസ് കണ്ടോ കനം കുറഞ്ഞിട്ട് നമ്മൾ നല്ല സാൾട്ടഡ് ബട്ടറിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എന്താ വെച്ചാൽ ആ ഉപ്പ് രസം അതിലേക്കും കൂടി ആവും കേട്ടോ. പിന്നെ കുറച്ച് കാഷ്നട്ട് ഇങ്ങനെ ബട്ടറിൽ തന്നെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മുകളിൽ നമുക്ക് ഇത് ചെയ്യാനായിട്ട് കേട്ടോ, ഗാർണിഷ് ചെയ്യാനായിട്ട് അത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു നല്ല ബീട്രൂട്ട്, ഏകദേശം മീഡിയം സൈസിലുള്ള ബീട്രൂട്ട്. അത് എങ്ങനെയാണെന്നറിയോ, നല്ല ഫ്രഷ് ആയിരിക്കണം. അതായത് ഇങ്ങനെ നമുക്ക് കടിക്കുമ്പോൾ നല്ലൊരു മധുരമൊക്കെ വരണം. അങ്ങനെയുള്ള നല്ല ഫ്രഷ് ബീട്രൂട്ട് ആയിരിക്കണം, നിങ്ങൾക്ക് മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒറ്റ സവോള കേട്ടോ. പിന്നെ ഒരു 2 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഇനി മല്ലിയില വേണം. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ റൈസും കൂടി വേണം. ആ റൈസ് ബാസ്മതി റൈസ് വേണ്ടവർക്ക് എടുക്കാം. പക്ഷേ അതിനേക്കാളും നല്ലത് നമ്മുടെ സോന മസൂരിയിലെ ചെറിയ ചെറിയ അരി, അതുകൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതലായിട്ട് ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് വറുത്തിടാൻ ആവശ്യമായ ഉഴുന്ന് പരിപ്പ് വേണം. അതുപോലെ തന്നെ കുറച്ച് ജീരകം വേണം. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം. അത് വറവിടുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, അതായത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിലൊന്നും ഉണ്ടാക്കരുത്, വെളിച്ചെണ്ണയുടെ മണം നല്ലതിന് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ്, കാരണം ഇതിൽ ഓൾറെഡി ബട്ടറൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി വീണ്ടും ഗീ വിടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട, കാരണം എന്താ വെച്ചാൽ ബീട്രൂട്ടിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ എണ്ണ ഒരുപാടൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിൽ വറവിന് ആവശ്യമായ സാധനങ്ങൾ, അതായത് ഒരു നുള്ള് ജീരകം, കടുക് ഇടേണ്ട ആവശ്യമില്ല, ഒരു നുള്ള് ജീരകം, കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് പൊട്ടിച്ചിട്ട് ബാക്കി നമുക്ക് സവോള, പച്ചമുളക്, കറിവേപ്പില അതൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വന്നു. ഇതിലേക്ക് ഒരു നുള്ള് ജീരകം കേട്ടോ, ഒരു നല്ല മണത്തിനായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് നമുക്കിതിലേക്ക് ഉഴുന്നും പരിപ്പാണ് കേട്ടോ. അപ്പോൾ ഉഴുന്നും പരിപ്പ് കുറച്ച് ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നല്ല നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സവോള അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. സവോള ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, അതായത് നമുക്ക് ഈ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പിടുമ്പോൾ നോക്കണം, കാരണം നമ്മൾ ബട്ടറിലാണ് ഇവിടെ പനീരൊക്കെ ഫ്രൈ ചെയ്തിരിക്കണം. അപ്പോൾ ആ ബട്ടറിന് ഓൾറെഡി ഒരു ഉപ്പ് രസം ഉണ്ടല്ലോ. അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഉപ്പിടാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് റൈസൊക്കെ ചേർത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായി ആയി വരട്ടെ. ഇതിനൊപ്പം തന്നെ നമുക്ക് ഒരു 2 പച്ചമുളക്. അപ്പോൾ ഈ പച്ചമുളക് എന്താ വെച്ചാൽ നമ്മളിനി വേറെ മസാലകളൊന്നും ഇതിൽ ചേർക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഇങ്ങനെ തന്നെയാണ് വേണ്ടത്, അല്ലെങ്കിൽ അല്ലാണ്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെ മസാലകളൊന്നും ചേർക്കാത്ത റൈസാണ്. നല്ലൊരു എന്താ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു ഇതാണ് കേട്ടോ, റൈസാണ്. അപ്പോൾ കുറേ മസാലകളൊന്നുമില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. വേണമെങ്കിൽ ഇനി എരിവിന് വേണമെങ്കിലോ കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് പാകമല്ല, എരിവ് കുറവാണ് എന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പച്ചമുളക് ഇട്ടാൽ തന്നെ ഇത് ഓൾറെഡി ശരിയായിക്കോളും. അപ്പോൾ സവോള, പച്ചമുളകൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണ്ട, കറിവേപ്പില ആദ്യം തന്നെ ചേർത്ത് കൊടുത്താൽ ഭയങ്കര ക്രിസ്പിയാവും. ഇനി വേണ്ടത് നമുക്ക് നമ്മുടെ ബീട്രൂട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ബീട്രൂട്ട് ചേർത്തിട്ട് നന്നായി, അത് ബീട്രൂട്ട് കണ്ടോ ഇങ്ങനെ കനം കുറച്ച് ചീന്തി വെക്കണം കേട്ടോ. അല്ലാണ്ട് കഷ്ണങ്ങളൊന്നും ആയിട്ടാൽ ഇതൊരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെ ചീന്തി ഇട്ടിട്ട് വെക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്കിതിൽ ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ നോക്കണം. നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ പാകമാണോ നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ഇതായി വരട്ടെ, ഒന്ന് മൂത്ത് വരട്ടെ. ആ ബീട്രൂട്ടിൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതൊന്ന് പോയി കിട്ടട്ടെ കേട്ടോ.
അപ്പോൾ ബീട്രൂട്ട് ഇതാട്ടോ നല്ലോണം പച്ചമണമൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. എന്നാൽ ഒരുപാട് ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കിത്. അപ്പോൾ ഇതെങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ നേരത്തെ നിങ്ങൾ ഉപ്പുണ്ടോ നോക്കണം. ഞാൻ ഉപ്പ് നോക്കി ആവശ്യത്തിന് കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോറ് ഞാൻ പറഞ്ഞല്ലോ ബാസ്മതി റൈസ് വേണ്ടവർക്ക്. പക്ഷേ ഈ സോനാ മസൂരി ഇല്ലേ, ചെറിയ അരി, നമ്മുടെ കുടുക്കലരി, അതാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ടാണ്. ഞാനിവിടെ സാധാരണ ഉണ്ടാക്കുന്നത് അതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കിതാണ് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതാണ് ഉപയോഗിക്കുക. അല്ലാണ്ട് ഫ്രൈഡ് റൈസും മറ്റേ പുലാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാസ്മതി റൈസ് ഉപയോഗിക്കും. ഇങ്ങനെയുള്ള റൈസുകൾക്കൊക്കെ ഈ റൈസേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അതാണ് കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നാറുള്ളത്. അത് ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നന്നായി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഈ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ അങ്ങോട്ട് നമ്മുടെ ചോറിലേക്ക് അങ്ങോട്ട് ആവണം. നമ്മുടെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇല്ലേ ഇത് കാണുമ്പോൾ നല്ലൊരു ഇഷ്ടം, ഒരു ആകർഷകത്വം തോന്നും ഈ കളറ്. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് നെയ്യ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിലോ നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കേണ്ടത് വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ലേ, പനീർ. അപ്പോൾ അതും കൂടി അത് ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചോണ്ടാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ ഇത്രയും ഇത് ചേർത്ത് കൊടുത്ത് ഉപ്പും ഇതൊക്കെ പാകമാണോ എന്ന് നോക്കി ഇനി കുരുമുളക് പൊടി വേണ്ടവർ ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു നുള്ളം അങ്ങോട്ട് തൂളിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് ചെയ്ത് വെക്കണില്ല, കാരണം ഈ പച്ചമുളക് നല്ല അത്യാവശ്യം നല്ല എരിവുണ്ട്. അതുകൊണ്ട് കുരുമുളക് ഇടണില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് ഒന്നങ്ങോട്ട് ഇതായി ആവട്ടെ. അതിൻ്റെ ടേസ്റ്റൊക്കെ അരിയിലേക്ക് അങ്ങോട്ട് പിടിക്കട്ടെ, ചോറിലേക്ക് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചോറും നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായി മിക്സ് ചെയ്ത് നല്ലൊരു ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മുടെ പനീർ ഫ്രൈ ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പനീർ ചേർത്തിട്ടുണ്ടല്ലോ, ആ പനീരിലേക്ക് അങ്ങോട്ട് ആ കളർ ആവണമെന്ന് അത്ര നിർബന്ധമില്ല. അപ്പോൾ മുകളിൽ കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഇനി അധികം അങ്ങനെ ഇളക്കണ്ട കേട്ടോ. അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പനീർ ഇതായി ഇങ്ങനെ റൈസിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വെക്കുക. പിന്നെ അത് കളറൊക്കെ അങ്ങോട്ട് തന്നെ ആയിക്കോളൂ കേട്ടോ. അങ്ങനെ ഉള്ളിലേക്ക് ഇതാക്കി കഴിഞ്ഞാൽ ഈ പനീർ കാണില്ലല്ലോ. കുട്ടികൾക്ക് ഇപ്പോൾ ഇതിങ്ങനെ കണ്ടാലല്ലേ കഴിക്കാനൊരു പ്രത്യേകത തോന്നുള്ളൂ. ഇത് കുട്ടികളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ശരിക്കും ഭക്ഷണമൊക്കെ കഴിക്കാൻ മടിയുള്ള പിള്ളേർക്കുള്ള പരിപാടികളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക. ഇനി അവസാനം നമുക്ക് ഓരോ കാഷ്യൂ കൂടി ഇടയിൽ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു റൈസായി. മക്കൾക്ക് ഇത് കണ്ടാൽ തന്നെ എന്താ വളരെ ഇഷ്ടമാവും. ടേസ്റ്റ് ആണെങ്കിലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. കഴിച്ച് നോക്കിയാലാണ് അറിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഒരു നല്ല ഫ്രഷായ ബീട്രൂട്ട് വേണം, ചെറിയ കഷ്ണം പനീരും വേണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബീട്രൂട്ട് റൈസ് എല്ലാവരും ബീട്രൂട്ട് പനീർ ആയിട്ടുള്ള റൈസ് ഉണ്ടാക്കി നോക്കുക കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ലഞ്ചൊക്കെ നമുക്ക് കുറച്ച് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിച്ചാൽ മതി. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ വളരെ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കൂ, ഞാൻ പറയണതല്ല. അപ്പോൾ ശരി, എന്നാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ സ്പെഷ്യൽ ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. ശരി, അപ്പോൾ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി, നമസ്കാരം.